ഗായ്സ്, ഇത് ഗോഡോക്സിൻ്റെ ഒരു കീ ലൈറ്റാണ്. ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് ES45. അതായത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് വീഡിയോ ലൈറ്റാണ്. മിനിമൽ സ്പേസിൽ നമുക്കൊരു വീഡിയോ ലൈറ്റ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അൺബോക്സ് ചെയ്യുമ്പോഴേക്കും വരുന്നത് ഒരു പവർ കേബിൾ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഒരു അഡാപ്റ്റർ, യൂസർ മാനുവൽ. ഇതാണ് ലൈറ്റ് വരുന്നത്. ഇത്രയും സ്പേസ് മതി. ഇതിൻ്റെ പുറമേ ഒരു സോഫ്റ്റ് ബോക്സ് വെച്ചിട്ട് അത്രയും സ്പേസ്, ബിഗ്ഗറായിട്ടുള്ള അത്രയും ഏരിയ നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. 4 സൈഡിലും, ഇവിടെയും ഈ 4 സൈഡിലും നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ടുള്ള സ്ക്രൂവിൻ്റെ ആ ഒരു സ്ക്രൂ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ പാനൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കൺട്രോൾ പാനൽ. നമുക്ക് ഈ കൺട്രോൾ പാനൽ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുക്കാം, ഊരിയെടുക്കാം. എക്സ്റ്റേണൽ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ ഇത് ഗോഡോക്സിൻ്റെ ആപ്പ് ത്രൂ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി ഇതിലൊരു കൺട്രോൾ പാനൽ ഇതിങ്ങനെ ഇളക്കിയെടുക്കാവുന്ന ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിൽ വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്, DC. പിന്നെ ഇവിടെ ആയിട്ട് പവർ ഓൺ ഓഫിന്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. ഓക്കെ, ടേബിൾ ടോപ്പിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു മൗണ്ടിങ് റോഡ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമുക്കിതിൻ്റെ ഈ റോഡിലെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മൗണ്ടിങ് റോഡാണ്. ഇതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഒരു ബോൾ ഹെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു സംഭവം. മെറ്റലാണ്, അലുമിനിയം ആണ് ഇതിൽ വരുന്നത്. ഈ കൺട്രോൾ പാനലിൽ തന്നെ ഇവിടെ ആയിട്ട് പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ചാനലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ബട്ടൺ, പിന്നെ CCT ഡിം, കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാനും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള 2 റിംഗ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ആയിട്ട് ഓൺ ഉണ്ട്, ഡിസ്പ്ലേ ഓൺ ആയി. ഫുൾ ഫംഗ്ഷൻ നമുക്ക് ഈ കൺട്രോൾ പാനൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. കൺട്രോൾ പാനൽ മാത്രം നമുക്ക് USB Type-C വെച്ചിട്ട് ചാർജ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്പേസ് കുറച്ച് മതി. നമ്മളുടെ ഈ ഒരു ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ? ഈ ഒരു ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് മതി ഒരു ലൈറ്റിന്. വലിയ സോഫ്റ്റ് ബോക്സിൻ്റെ അത്രയും സ്പേസ് നമുക്ക് ഈ ഒരു സാധനം എടുക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. 2, നമുക്കിത് ഈ ഒരു 4 സൈഡിലും ഇതിൻ്റെ സ്ക്രൂ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണെങ്കിലും വെർട്ടിക്കലി ഹൊറിസോണ്ടൽ എങ്ങനെയാണെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാം. ഇത് ത്രൂ നമുക്ക് ഫംഗ്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 2800 കെൽവിൻ ലോവസ്റ്റ്, 6500 കെൽവിനാണ് ഹയസ്റ്റ് കെൽവിൻ വരുന്നത്. സോ അത്രയും കെൽവിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വാം ലൈറ്റും കൂൾ ലൈറ്റും ആയിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ബാറ്ററിയുടെ ഇൻഡിക്കേഷനും പിന്നെ ബ്ലൂടൂത്ത് ഇൻഡിക്കേഷൻ, ചാനൽ ഇൻഡിക്കേഷൻ, ഇതിൻ്റെ ബ്രൈറ്റ്നസ് എത്ര % ആണ് അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മാഗ്നറ്റ് പിന്നും ഒക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെയിറ്റ് വരുന്നുണ്ട്. ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കിതെന്തായാലും ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, കാമോ. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കേബിളാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് കണക്ട് ചെയ്യുകയാണ് ഗായ്സ്. യെസ്, വാവ്, കിടിലം. ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടും. ഇതിപ്പോൾ 40% ബ്രൈറ്റ്നസ്സേ ഉള്ളൂ. സോഫ്റ്റ് ലൈറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ബ്രൈറ്റ്നസ് ആണ് 100%. ഇതാണ് 100%. നമുക്കിത് ഇത്രേൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ മാക്സിമം 6500 കെൽവിനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു കൂളായിട്ടുണ്ട്. ഒരു കെൽവിൻ മാറ്റിയിട്ടൊരു 4000-ൻ്റെ അടുത്ത്. കറക്റ്റ് 30%. 3600 കെൽവിൻ. അടിപൊളിയായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഹീറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ സിസ്റ്റം ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടും 47 വാട്ട്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ വാട്ട്സ് വരുന്നത്. നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും സ്പേസ് മതി ഇതിൽ. ആ സ്പേസിൽ നമുക്ക് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഈ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. കൺട്രോൾ പാനൽ ഇങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ ടേബിളിൽ ഇരുന്ന് തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. ചാനൽ എനിക്ക് തോന്നുന്നു 32 ചാനൽ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പവർ ഓൺ ഓഫ് ഇതിൽ ചെയ്യാം. ഇതിൻ്റെ ബ്രൈറ്റ്നസ് 0 ആയി. 1% ആണ്. 2, 30, 71 ആൻഡ് 100 ആകുമ്പോൾ ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടും. നമുക്ക് ഇതിൻ്റെ ഇത്രയും ബ്രൈറ്റ്നസിൻ്റെ ആവശ്യം വരുന്നില്ല. അത്യാവശ്യം ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന് പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഗോഡോക്സിൻ്റെ ES45 എന്ന് പറഞ്ഞ മോഡൽ വീഡിയോ ലൈറ്റിൻ്റെ സ്പെക്ക് വരുന്നത്. ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.